അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മിസ്രിക്ക് ആ രാത്രി ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. കാര്യം മറ്റൊന്നുമല്ല, തൻ്റെ ഫോണിലേക്ക് വന്ന ആ ഒരു സന്ദേശം അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അത് മറ്റാരുമായിരിക്കില്ല, പ്രിൻസിപ്പൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അവൾക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ തൻ്റെ കുടുംബത്തോട്, തൻ്റെ ഫാമിലിയോട് തനിക്കതെങ്ങനെ പറയാൻ കഴിയും? അവൾ വിചാരിച്ചു, റബ്ബേ, അത് എൻ്റെ ഫാമിലിക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുവിന്, അതുപോലെ എൻ്റെ ഇക്കാക്കാക്ക്, എൻ്റെ വാഫി ഉസ്താദിന് ഒന്നും സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഭയമായിരുന്നു. തൻ്റെ കുടുംബത്തിന്, അതെ, പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് യാതൊന്നും സംഭവിക്കരുതേ. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ചാലും റബ്ബേ, അവർക്കൊന്നും സംഭവിക്കരുത് എന്ന് അവൾ വിചാരിച്ചു. ഒരുപാട് ദിവസങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചതായിരുന്നു അത്, കുഞ്ഞുമായുള്ള വിവാഹം. എന്തെന്നറിയില്ല, പെട്ടെന്ന് കുഞ്ഞും ഹൃദയത്തിലേക്കങ്ങ് കടന്നുപോയി. ഇതുവരെയും ഒരാളെയും മനസ്സിൽ കണ്ടിട്ടില്ല. അത് പ്രിൻസിപ്പാൾ സാറ് എന്നോട് പറയുമ്പോഴും ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. അദ്ദേഹം പലതവണകളായിട്ട് വിവാഹാന്വേഷണത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു, അത് ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ ഒരു ബന്ധം, പ്രത്യേകിച്ച് ഭാര്യയൊക്കെയുള്ള ഒരു ആളുടെ കൂടെയുള്ള വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പടച്ചോന് ഇഷ്ടമില്ലാത്തതാണ്. മാത്രമല്ല, ആ പെണ്ണ് എത്രമാത്രം കണ്ണീര് കുടിക്കുന്നുണ്ടാവും. പാവമാണ് അവരുടെ ആദ്യ ഭാര്യയൊക്കെ. എന്തിനാണ് ഇങ്ങനെ ഓരോ സ്വഭാവമായി വരുന്നത്? മിസ്രി ഓരോന്ന് ആലോചിച്ചു. എന്നാൽ ഐഷുമ്മ, മോളെ മിസ്രിയെ, എന്താ കുഞ്ഞേ, ഉറക്കം വരുന്നില്ലേ? എനിക്കെന്താ പനിച്ചണെങ്ങാനുണ്ടോ? ചായൻ്റെ എല്ലാം ഉണ്ടാക്കി തന്നെ അമ്മ, നല്ല ചൂടുള്ള? വേണ്ട ഉമ്മ, അതൊന്നും വേണ്ട. പിന്നെന്തിയേ? നോക്കട്ടെ. ഉമ്മ പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഉമ്മ എണീക്കണ്ട, എനിക്കൊന്നുമില്ല. ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ആലോചിച്ച് കിടന്നതാ. പൊന്നാര മോളെ, ഒന്നും ആലോചിച്ചണ്ട, നല്ലോണ്ട് ചെല്ലി പറഞ്ഞ് കിടന്നൂടെ. ആയത്തിൽ കുറിച്ചൊക്കെ നല്ലോണ്ട് കയ്യിൽ ഒതുക്കാണ്ട് മേത്തുകൂടെ ഒഴിഞ്ഞൂട്. അപ്പോൾ അതൊക്കെ മാറിക്കോളും. അതെ, ഐഷുമ്മയുടെ ഉപദേശം കേട്ട മിസ്രിയുടെ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ, അതെ, സ്വന്തം ഉമ്മ ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് ഉമ്മ നഷ്ടപ്പെട്ടു എങ്കിലും ഉമ്മയേക്കാൾ സ്നേഹമുള്ള ഒരാൾ ഇവിടെയുണ്ട്. ഉമ്മ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഞാൻ എത്തിയുമായി വളർന്നു, ഉമ്മയും ബാപ്പയും ഇല്ലാതെ. ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഞങ്ങൾ രണ്ടുപേരും ഓരോ സ്ഥാപനത്തിലും ചേർന്നു. എന്നാൽ ഇപ്പോഴെനിക്ക് താങ്ങായും തണലായിട്ടും എനിക്ക് ഐഷുമ്മയുണ്ട്. മോളെ, വീണ്ടും ഉമ്മ വിളിക്കുന്നു. ഉമ്മ ഉറങ്ങിക്കോളുമ്മ. എന്താ എൻ്റെ കുട്ടി ഉറങ്ങാത്തത്? ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കലില്ലല്ലോ. ചെല്ലി ഊതി കിടന്നാൽ പിന്നെ എൻ്റെ കുട്ടി നല്ല മട്ടത്തിലേക്കാറല്ലോ. ഇതിപ്പോൾ എന്തേ പറ്റിയത് ഉമ്മാൻ്റെ കുട്ടിക്ക്? ഇങ്ങനെ നല്ലേനല്ലോ, നല്ലോണം ചെല്ലി ഊതി കിടന്നോടി. ഉമ്മ, ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ കിടന്നോളാം. അവൾ അതാ ചെല്ലി ഊതി കിടക്കുന്നു. കാരണം അവൾ അതെല്ലാം ചെയ്തിരുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ വേദന, അതവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഒരിക്കൽ പോലും കുഞ്ഞു ഇതറിയില്ലല്ലോ റബ്ബേ. ഇനി ഞാൻ കുഞ്ഞുവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് അവനോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് വിചാരിക്കുമോ? എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം. എനിക്ക് എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ തീർച്ചയായും ത്യാഗം സഹിച്ചേ പറ്റൂ. മനസ്സിനുള്ളിലുള്ള ഇഷ്ടങ്ങളും എല്ലാം മാറ്റിവെക്കണം. എന്നിട്ട് നല്ലൊരു ജീവിതം പുതിയതായിട്ട് തുടങ്ങണം. പഴയ ജീവിതത്തെക്കുറിച്ച് മറക്കണം. മിസ്രി ഓരോന്ന് ആലോചിക്കുന്നു. എന്തൊക്കെ തന്നെയാലും പഠിച്ചോനെ, ഇനിയിപ്പോൾ തഹജ്ജുദിന് ഞാൻ അറിയില്ലേ എന്നൊക്കെ വിചാരിച്ച് അവൾ ഒരുപാട് നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഒടുവിൽ അതാ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പഠിച്ചോനെ, അല്ലാ, സമയത്തിന് എന്നെ എണീപ്പിക്കണേ അല്ലാ. എനിക്ക് നിൻ്റെ മുമ്പിൽ ഒന്ന് കരഞ്ഞു പറയണം. അങ്ങനെ അതാ അവൾ കൃത്യം 3:30 അറിയാതെ എന്നും ഉണർന്നു. അതെ, ഉറങ്ങിയപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഉറക്കം വരുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 3:30 ബുഷി ഉണർന്നിരിക്കുന്നു. പെട്ടെന്ന് അവൾ എഴുന്നേറ്റു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി ലദീ അഹ്യാനാ ബഅദ മാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, എന്നെ എന്തൊക്കെ തന്നെയാലും ഉറക്കത്തിൽ നിന്ന് നീ ഉണർത്തിയല്ലോ റബ്ബേ. ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇനി ഉറങ്ങിയാൽ തന്നെ ഉണരാൻ പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അല്ലാ, കൃത്യസമയത്ത് തന്നെ പഠിച്ചവൻ എന്നെ ഉണർത്തിയല്ലോ.
അവൾ എഴുന്നേറ്റു. എന്നാൽ അപ്പോഴേക്കും ഉമ്മ ഉണർന്നിട്ടില്ലായിരുന്നു. അല്ല, ഉമ്മാനെ ഉണർത്തണ്ട, 4 മണിയായിട്ട് ഉമ്മാനെ വിളിക്കാം. അവൾ എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് അതാ ഐഷുമ്മ, മോളെ നീച്ചോ? അതിനൊക്കെ ആയ മോളെ? ഉമ്മ 3:30 ആ, ഉമ്മ ഇപ്പം തന്നെ എണീക്കണ്ട, ഉമ്മാനെ ഞാൻ വിളിച്ചോളാം. ആ മോളെ, ഇനിയിപ്പോൾ എന്താ, നീച്ചട്ടെ. അല്ലാ, അൽഹംദുലില്ലാ. ഐഷുമ്മയും എഴുന്നേറ്റു അവളുടെ കൂടെ തന്നെ. ഉമ്മ പിടിക്കണോ ഉമ്മ? മോളെ, എൻ്റെ കാലിങ്ങട്ടെ, നമ്മൾ ഉറക്കത്ത് ഇങ്ങോട്ട് നീച്ചാൽ നിലത്തേക്ക് ഇങ്ങോട്ട് വെക്കാൻ അങ്ങോട്ട് കഴിയൂല. ഒരു കുളത്തി പിടിച്ചാൽ എന്തൊക്കെയോ ഒന്നും ഇങ്ങോട്ട് ചവിട്ടി നേരായും റെഡിയായും ചെയ്തു. ഇതിങ്ങനെ കുറേ നേരം ഉറങ്ങിക്കാണ്ട് നിലത്ത് കാല് വെക്കുമ്പോൾ ചവിട്ട് കണ്ട് കിട്ടൂല പൊന്നാര പടപ്പേ. അല്ലാ നുസിയേ, പിന്നുണ്ടല്ലോ നമ്മളെ ഉമ്മ, നിങ്ങൾക്ക് പേര് മാറിയല്ലോ. എപ്പോഴും നുസിനെ വിളിച്ച് ശീലമായിട്ട് മിസിരിയേ. എടി നമ്മളെ എൻ്റെ ഉമ്മാക്കും ഇങ്ങനെയാണുടി, ഇങ്ങനെ കാലിങ്ങോട്ട് നിലത്ത് ഇങ്ങോട്ട് വെക്കാൻ കഴിയൂലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ചവിട്ട് കിട്ടാതായി ഇങ്ങോട്ട് ഒരു ഭാഗം ഇങ്ങോട്ട് തളർന്ന പോലെയായി. അങ്ങനെ എൻ്റെയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും സ്ഥിതി. പഠിച്ചോനെ, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന ഉള്ളു റഹ്മാനെ, കാരണം ഞമ്മക്ക് ഇടങ്ങാറാകാത്ത രീതിയിലൊന്ന് മരിച്ചു പോകണം മോളെ. ഒരു പായിൻ്റെ തലക്ക് കെടുക്കാതെ നല്ല മട്ടത്തിനാണ്ട് ഒരു പൂതിക്കൊരു 3 ദിവസത്തിന് കിടന്നുകാണ്ട് മരിച്ചാൽ മതി. അല്ലാതെ കുറേ ഇപ്പോൾ ഇടങ്ങാറാക്കിയൊന്നും പഠിച്ചുകൊണ്ടാകാൻ മതിയായിരുന്നു. ഇന്നൊന്നും ആർക്കും ഒരു മനുഷ്യനും പൊന്തും കൂടെ ഇല്ല, അത്രക്കും തണ്ടും തടിയുണ്ട് ഞാൻ. എൻ്റെ ഉമ്മ, നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ വിചാരിക്കേണ്ട. വരി, ഉമ്മാൻ്റെ കൈ ഞാൻ പിടിക്കാം. മിസിരി അവൾ ഉമ്മയുടെ കൈ പിടിച്ചു. ഒരു നിമിഷം അവൾ ഓർത്തു, പഠിച്ചോനെ, ഈ ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്ത് ഞാൻ ഇവിടെ നിന്നോളാം. അതെ, ഐഷുമ്മനെ നോക്കാൻ ഞാൻ ഇവിടെ നിന്നോളാം. വേറൊന്നും വേണ്ട, കുഞ്ഞുമായിട്ടുള്ള കല്യാണം കാര്യങ്ങളും ഒന്നും വേണ്ട. അതെ, ഉമ്മാനെ നോക്കിയിട്ട് ഞാൻ ഇവിടെ നിന്നോളാം. ഉമ്മയുടെ കൈ പിടിച്ചു. കുട്ടിയെ, കാലങ്ങോട്ട് വെക്കുമ്പോൾ ഒരു തരിപ്പും തക്കണം, കുറച്ച് നേരം ശരിയാവും. ഉമ്മ സാരല്ല ഉമ്മ, ഞാൻ കാലൊക്കെ നന്നായിട്ട് ഒഴിഞ്ഞു തരട്ടോ. വേണ്ട മോളെ. അങ്ങനെ അത് ഉമ്മയെ പിടിച്ച് ബാത്റൂമിലേക്ക് അവൾ ആക്കി കൊടുത്തു. അങ്ങനെ ഐഷുമ്മ ഫ്രഷായി ഉളുഹ് ചെയ്തു. അപ്പോഴേക്കും മിസിരിയും ഫ്രഷായി ഉളുഹ് ചെയ്ത് വന്നു. അല്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ അതാ അവർ 2 പേരും തന്നെ സുബ്ഹ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് അതാ മിസിരി ഹൃദയം പൊട്ടി ദുആ ചെയ്തു. പടച്ച റബ്ബേ, ഞാൻ നിന്നോടാണ് പറയുന്നത് റബ്ബേ, ഈ സമയത്ത് നിന്നോട് പറഞ്ഞാൽ തീർച്ചയായും അതിന് ഉത്തരം കിട്ടുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അള്ളാഹുവേ, ഹൈറാണെങ്കിൽ ഞാനും കുഞ്ഞും തമ്മിലുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, വിവാഹം കഴിയണം. ഷെറാണെങ്കിൽ റഹ്മാനെ, അത് നീ കൂട്ടി യോജിപ്പിക്കില്ലേ അല്ലാ. കാരണം ഞങ്ങളെ വേട്ടയാടുന്ന, പ്രത്യേകിച്ച് എന്നെ വേട്ടയാടുന്ന ആളുകളുണ്ട്. അത് കല്യാണമേ വേണ്ടെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ വിവാഹം കഴിക്കുന്നത് ഒരിക്കൽ പോലും ഒരു ഭാര്യയും മക്കളൊക്കെ ഉള്ള ഒരാളെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. കുഞ്ഞുവിൻ്റെ കൂടെയുള്ള ജീവിതം ആഗ്രഹിച്ചതായിരുന്നു. സാരല്ല, മനസ്സിൽ വല്ലാതെ വിഷമമുണ്ട്, ഒരുപാട് ദുഃഖമുണ്ട്. പറഞ്ഞിട്ടെന്താ, പടച്ച റബ്ബ് വിധിച്ചതല്ലേ നടക്കുള്ളൂ. അല്ലാ, നീ എന്നെ കൈവിടല്ലോ. അല്ല, എനിക്ക് ഈ ദുനിയാവിലൊരു പക്ഷേ കുഞ്ഞുവിൻ്റെ മണവാട്ടിയായിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല. അല്ലാ, നാളെ ആഖിറത്തിൽ വെച്ച് ഞങ്ങളെ നീ ഒരുമിപ്പിക്കണേ അല്ലാ. മിസ്രി ഹൃദയം പൊട്ടി ദുആ ചെയ്തു. എന്നാൽ കുഞ്ഞു ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. അവൻ സുഖസുന്ദരമായി അതാ അവിടെ കിടക്കുകയാണ്. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണവും കഴിഞ്ഞ് മിസ്രി അതാ പടച്ച റബ്ബിനോട് കരഞ്ഞ് ദുആ ചെയ്തു. അവൾ നിസ്കാരപ്പായൽ തന്നെ ഇരുന്നു ഖുർആൻ പാരായണം ചെയ്തു. മിസ്രിയെ, മോളെ, കുട്ടി എന്തെങ്ങനെ ഇരിക്കണത്? അല്ലേ ഇങ്ങനെ അല്ലല്ലോ അന്നായിരുന്നു. ഉമ്മ, ഞാൻ ബാങ്ക് കൊടുത്തിട്ട് ഇനി എണീക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അല്ലേ, എന്നെ മുഖത്തേക്ക് നോക്കിയിട്ടൊരു ഇടങ്ങാറുണ്ടല്ലോ കുഞ്ഞെ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ട് കുട്ടിക്ക്? ഐഷുമ്മക്ക് ഭയമായിരുന്നു. കാരണം കുഞ്ഞുവുമായുള്ള വിവാഹം ഏതായാലും ഉറപ്പിച്ചതാണ്. പഠിച്ചോനെ, എന്തെങ്കിലും ഉള്ള മനസ്സിക്ക് തോന്നിയാവോ, പറയാൻ പറ്റൂലല്ലോ, പെൺകുട്ടികളല്ലേ, കയ്യിൽ ഫോണും കാര്യവും അതും ഉള്ളതാണ്, ഏത് നേരം ഒരു മനസ്സ് മാറുമല്ലോ. പഠിച്ചോനെ, ഒന്നും ഉണ്ടാവരുതേ അല്ലാ. ഐഷുമ്മ ദുആ ചെയ്തു. പെട്ടെന്നാണ് സുബഹി ബാങ്ക് വിളിക്കുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് അതാ ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. ആ മോനെ, നവാസൊക്കെ പള്ളിക്കലുണ്ടാവുമായിരിക്കും. ഉമ്മ, ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ അത് ഷമ്മാസും പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിന്ന് ആ ബാങ്കിൻ്റെ മധുരമായ അലിയൊലി അവൾ ശ്രദ്ധിച്ചു. അതിൻ്റെ ഓരോ വരികൾക്കും അവൾ ജവാബ് കൊടുത്തു.
പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. മിസ്രിയെ ദോരഞ്ഞിരുന്നാൽ മതി കുഞ്ഞെ, എങ്ങനെ നമുക്ക് ജമാഅത്തായി നിസ്കരിക്കണ്ടേ, അല്ലെങ്കിൽ ഇജ്ജാള്ള എന്നെ അങ്ങനെ തട്ടി ഉണർത്തല്. ഞാനെങ്ങനെ ക്ഷീണിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ചിലപ്പോൾ ഓടുന്നതുകൊണ്ട് കണ്ണ് മാളിയിട്ടുണ്ടാവും. അപ്പോൾ ഇജ്ജിനങ്ങ് തട്ടി വിളിച്ചു. ഇന്നിപ്പോൾ എന്തിയേ ഇജ്ജെന്തിയെ ഇത്ര നേരമായാലും ബാങ്ക് കൊടുത്തിട്ട് കുറച്ച് നേരം അയക്കണമല്ലോ. ഉമ്മാൻ്റെ കുട്ടി എന്തിങ്ങനെ ഈ ഒരു ഇരുത്തിരിക്കണേ? അല്ലാ ഉമ്മ ഒന്നുമില്ല, വരിമ്മ നിസ്കരിക്കുക. അവൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു. നിസ്കരിച്ചിട്ടും അവൾ അവിടെ തന്നെ ഇരിക്കുന്നു. മോളെ. ആ ഉമ്മ. എന്നാൽ അവൾ ഉമ്മയോടൊപ്പം ജമാഅത്തിൽ പങ്കുചേർന്നു. അതെ, കാര്യമായിട്ട് അവർ അങ്ങനെ തന്നെയാണ് നിസ്കരിക്കാറുള്ളത്. നുസൈബ ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുഞ്ഞുണ്ടാകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞ് കരയുന്ന സമയമാണെങ്കിൽ അവൾ അതിനെ ഉറക്കിയിട്ട് മക്കളെയൊക്കെ ഉറക്കിയിട്ടാണ് നുസൈബ വരാറുള്ളത്. പക്ഷേ ഇന്ന് അപ്പോഴേക്കും നുസൈബയും എത്തി. മാഷാ അല്ലാ. മോളെ കുട്ടികൾ ഇല്ലമ്മ എണീറ്റിട്ടില്ല. അങ്ങനെ അതാ അവർ 3 പേരും നമസ്കരിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ മിസ്രിയാണ്. കാരണം മിസ്രി നല്ലവണ്ണം പഠിച്ചവളാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് മിസ്രി പറഞ്ഞു, അതെ നുസിത്ത, നിങ്ങൾ ഇമാമ് നിന്നോളി. അല്ല മോളെ വേണ്ട, എന്നും നീയല്ലേ നിൽക്കാറുള്ളത്, ഇന്നും കൂടെ നീ നിൽക്കും മോളെ എന്ന് നുസൈബ പറഞ്ഞു. അവൾ ആദ്യമൊന്ന് എതിർത്തെങ്കിലും പിന്നീട് അവൾ ഇമാമ് നിന്നു. നിസ്കാരം കഴിഞ്ഞ് ദുആ എല്ലാം കഴിഞ്ഞ് പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അല്ലാഹുവേ, എനിക്ക് കുഞ്ഞു ഹൈറാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് നീ തരണേ അല്ലാ. റഹ്മാനെ, ഷെറാണെങ്കിൽ, അതായത് കുഞ്ഞു എന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ കുഞ്ഞുവിനും ഇവിടുത്തെ വീട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ റഹ്മാനെ, നീ അത് ഹൈറാണെങ്കിൽ മാത്രം നടത്തിയാൽ മതി അല്ലാ. അവൾ വിതുമ്പി കരഞ്ഞു. എല്ലാം പറയണം, ഉമ്മയോട് എല്ലാം തുറന്ന് പറയണം എന്നവൾക്ക് തോന്നി. പക്ഷേ ഒരിക്കൽ പോലും അത് മറ്റൊരാളോട് പറയുന്നത് വേണ്ട, പുറത്തു പോകുന്നതാണ്. പ്രത്യേകിച്ച് എൻ്റെ പാവ ആങ്ങള ട്രെയിൻ യാത്രയും അതുപോലെ ആ ചെറിയ പള്ളിയിൽ നിൽക്കലും എല്ലാം കൂടിയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഒന്നും അറിയില്ല. റബ്ബേ, എൻ്റെ ഇക്കാക്കയെ നീ കാത്തു രക്ഷിക്കണേ അല്ല. പാവമാണ് എൻ്റെ ഇക്കാക്ക വാഫി ഉസ്താദ്. അടുക്കള സജീവമായി തുടങ്ങി. നുസൈബ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു. എന്നാൽ റാഹിലയും. പക്ഷേ ഇന്ന് പുത്തൻവീട് തറവാട്ടിൽ വളരെയധികം വിഷമകരമായ ഒരു സംഭവം അരങ്ങേറുകയാണ്. കാര്യം മറ്റൊന്നുമല്ല, സമീറ പ്രസവിച്ചെണീച്ച് പോവുകയാണ്. ഉമ്മ പറഞ്ഞു, പൊന്നാര മോളെ 90 കഴിഞ്ഞിട്ടൊക്കെ പോകാം, അമ്മാൻ്റെ കുട്ടിക്ക് അവിടെ ചെന്നിട്ട് എന്താ. ഉമ്മ ഇനി പോട്ടെ. എന്നാൽ ഷമ്മാസ് പറഞ്ഞിരുന്നു, ഉമ്മ ശരിയാണ്, അവളുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ശരിയാണ് ഉമ്മ. പക്ഷേ ആ ഉസ്താദിൻ്റെ കാര്യം കൂടി പരിഗണിക്കേണ്ട ഉമ്മ നമ്മൾ. ഉസ്താദ് എന്ന് വെച്ചാൽ എന്താ? അതെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടു കൂടെ ജീവിക്കണ്ടേ? എന്നും പള്ളിയിൽ കിടന്നാൽ മതിയോ? ഷാമോനെ, അന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഉമ്മ അവനെ ചീത്ത പറഞ്ഞു. അല്ലമ്മ, ഞാൻ കാര്യം പറയുന്നത്, നമ്മൾ ഇത്രയും ദിവസം എനിക്കൊന്നുമില്ലട്ടോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതും അവരെടുക്കുന്നതും ഒക്കെ. പക്ഷേ ഉമ്മ, ഉസ്താദിൻ്റെ സ്ഥിതി ഒന്നും അറിയണ്ടേ? എന്താ ഷാമോനെ ഈ പറയണത്? അത് പെറ്റെടുക്കുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ അല്ലേ, ആണുങ്ങളിങ്ങനെ ഒപ്പം നിൽക്കല. ഉമ്മ, ഗൾഫ് രാജ്യത്തിലൊക്കെ ആ പ്രസവിച്ച് കിടക്കുന്ന റൂമിൽ തന്നെ അല്ലേ അവർ കൂടെ കിടക്കാറുള്ളത്. നമ്മുടെ നാട്ടിലല്ലേ ആണുങ്ങൾ അങ്ങോട്ട് എടുക്കാൻ പാടില്ല, അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്നൊക്കെ ചിന്തയും കാര്യങ്ങളൊക്കെ വരവ്. ഉമ്മ, ഇനി സമീറത്ത് പോയിക്കോട്ടെ ഉമ്മ, ഇനി എന്തിനാ പിടിച്ചു വെക്കുന്നത്? പൊന്നാരൻ്റെ ഷാമോനെ, ഇജ്ജ് കേണി ഉണ്ടാക്കല്ലേ. കാരണം ചെറിയ 2 പൈത മക്കളാണ്. ഓൾ അതിനെയും കൊണ്ട് എന്താ കാട്ടുക? പിന്നെ അതുമല്ല, ഓള് ആ കുട്ടികളെയും കൊണ്ട് ഇടങ്ങാറാവൂലേ? ഇവിടെ ആകുമ്പോൾ എന്നാൽ പെരീത്തെ പണിയെടുക്കാനും വെച്ചുണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ട്. അവിടെ ആകുമ്പോൾ അതിപ്പോൾ ഉമ്മ അങ്ങനെയാണെങ്കിൽ ഒരാൾ അങ്ങോട്ട് പറഞ്ഞേച്ചോളി, ജോലിക്ക് വേണ്ടിയിട്ട്. എന്താ ആക്കി തരണോ? മോൻ എന്തീ പറയണത്? കാര്യമൊക്കെ ശരി തന്നെയാണ്. ഓൾക്കിപ്പോൾ ഹെൽപ്പിന് ഒരാളെ ഉണ്ടാക്കി കിട്ടാൻ നല്ല കാര്യം. ആ ചെറിയ പൈതം മക്കളെ നോക്കണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് പറയണത് ഒരാൾ വെക്കായിരിക്കും നല്ലത് തന്നെയാണ്. ആ എന്നാൽ പിന്നെ റായിലാനാണ് പറഞ്ഞയച്ചാലോ. ഇനിയിപ്പോൾ ഇവിടെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ. റുക്കാത്തപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ട്. ഓളെ കുളിപ്പിച്ചലും 10-60 ദിവസം കുളിപ്പിച്ചൽ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കുട്ടിനെ ഓളെ നല്ലോ 40 ഇട്ടുന്നുണ്ട് കുളിപ്പിച്ചപ്പോൾ തന്നെ ഓളെ നീരും കാര്യങ്ങളൊക്കെ മരുന്നാണ് പൊയ്ക്കണേ. മറ്റേതാകപ്പാടൊരു നീരായിരുന്നു. ഇപ്പോൾ ഓളെ മോത്തുക്കന്നെ നോക്കുക, മോറൊക്കെ നല്ല വാർന്ന് ആ നീരൊക്കെ പൊയ്ക്കാണ് ഇവിടുത്തെ ഉടുത്തിക്കണ്.
പിന്നെ നല്ല ശരീരമൊക്കെ പാകത്തിന് തടിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ എല്ലാം നല്ല മട്ടത്തിന് തന്നെ അയക്കണം. അൽഹംദുലില്ലാ. ഇനി ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉമ്മ എന്ത് വിചാരിക്കുന്നു? അല്ലേ റാഹിലാൻ എന്നാ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാന്ന് പറയേ പെട്ടെന്ന്. അതാ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ റാഹിലെ അങ്ങോട്ട് പറഞ്ഞേക്കണ്ട. ഷമ്മാസിൻ്റെ വാക്ക് കേട്ട് ഉമ്മ ഞെട്ടി. എന്താടാ ഈ പറയണത്? അതിനെന്തേ? ഉമ്മ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താടാ ഉമ്മ റാഹിലെ അങ്ങോട്ട് കടത്തി വിടണ്ട, അവളുടെ കൂടെ അവരിവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. എൻ്റെ പൊന്നാര ഷാമോനെ ഇജ്ജ് എന്തിനാ പൊതു മുടക്കാൻ വന്നിക്കണേ? ആ പെണ്ണിനോട് സഹായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഉമ്മ അതെങ്ങനെ ഉമ്മ, അത് ശരിയാവോ? അവർ ആദ്യത്തെ നാത്തൂനും അല്ലായിരുന്നോ? അതിപ്പോൾ എങ്ങനെ വെക്കും മോനെ? അതൊക്കെ ശരി തന്നെയാണ്. പറഞ്ഞിട്ടിപ്പം എന്താ, നമ്മൾ പൈസ കൊടുക്കണില്ലേ? ഇതിന് പൈസ ഞാൻ കൊടുത്തോണ്ടേ നാത്തൂനാരും ഇപ്പോൾ ഒരു വേർപ്പെട്ടിയില്ലേ, ഉള്ള പൈസ ഞാൻ കൊടുത്തോണ്ട് ഒരു വിഷയവുമില്ല. എന്നാൽ ഷമ്മാസിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഉമ്മ ശരിയാണ്, അത് എന്തൊക്കെ തന്നെ ആയാലും എനിക്കൊരു ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഉമ്മ. അതൊന്നും വേണ്ട. എന്താ മോനെ? അല്ലേ അവരാദ്യം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, പിന്നെ അവരൊന്ന് റെഡിയായി വന്നതാണ്. ഇനിയിപ്പോൾ വെറുതെ തൽക്കാലം അത് വേണ്ട, വേണമെങ്കിൽ വേറെ ആരും നിർത്തി കൊടുത്തോളേ. എൻ്റെ പൊന്നാര ഷാമോനെ, അതിനെന്താ, പഠിച്ചോ ഓൾക്കൊരു തിരിച്ചടി കൊടുത്താന്ന് കൂട്ടിക്കോ. കാരണം ഒരു കാലത്ത് ഓളവിടെ ഒരു ചെരുവിലല്ലായിരുന്നു ജീവിച്ചിരുന്നത്. അതാണ് പറഞ്ഞത്. എന്തായിരുന്നു അവരവിടെ അവസ്ഥ കണ്ടതല്ലേ? ഭയങ്കര പ്രശ്നം ഇതൊക്കെ ആയിട്ട്. മോനെ എന്തായാലും സമീറ നല്ല രീതിയിൽ തന്നെയാണല്ലോ. റാഹിൽ ഏതായാലും ജോലി അന്വേഷിച്ച് വന്നാണ്. അപ്പോൾ ആ റാഹിലാനെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം, അതായിരിക്കും നല്ലത്. എന്നാൽ ഷമ്മാസിൻ്റെ മനസ്സിൽ ഒരു ഭയം കുടുങ്ങി. ഉമ്മ അത് വേണ്ട തൽക്കാലം. കാരണം ഒന്നുമല്ല, അന്ന് വീട്ടിൽ നിന്ന് വലിയൊരു കവർച്ച, വലിയൊരു കൊള്ള നടത്തിയത് അവർ രണ്ടുപേരും ആയിരുന്നു. ഉമ്മ അത് അറിഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ മനസ്സിലത് മൂടി വെച്ച് നിൽക്കുകയാണ്. തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ഉമ്മക്ക് പിന്നീട് വെറുപ്പാവും എന്ന് കരുതിയിട്ട് ഒന്നും പറയണ്ട പഠിച്ചവനെ. തൽക്കാലം ഷമ്മാസ് മൗനം പാലിച്ചു. ഉമ്മ വേണ്ടട്ടോ എന്ന് പറഞ്ഞു. എന്താടാ കുട്ടിയെ? അതെ, ഇനി സമീറാനോടൊന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. ഉമ്മ തൽക്കാലം ഉമ്മ അതിന് നിൽക്കണ്ട, അവരതുപോലെ തന്നെ ജീവിച്ചോട്ടെ. പിന്നെ ഉസ്താദ് എന്ന് വെച്ചാൽ ഉസ്താദുമാരെ ഭാര്യമാരായാലും ചില പ്രത്യേകതകളുണ്ട്. ഉമ്മാക്കതറിയോ? ഇനി ഓന് കുറേ വയലറിയാണ്ടാവും. അല്ലുമ്മ, നമ്മളൊരിക്കലും ഭാര്യമാരെ കൊണ്ടൊരു ജോലിയും ചെയ്യിപ്പിക്കാൻ പാടില്ല. അവർ നമ്മളെ വേലക്കാരികളല്ല. അത് ഉസ്താദുമാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഉസ്താദുമാർ എല്ലാത്തിലും ഹെൽപ്പ് ചെയ്യുമ്മ. അതുകൊണ്ട് ഉസ്താദിൻ്റെ കൂടെ ഒറ്റയ്ക്ക് പറഞ്ഞേച്ച് വിചാരിച്ചിരിക്കണം, ഒരു പേടിയും പേടിക്കാനല്ല. എൻ്റെ പൊന്നാര മോനെ, എൻ്റെ വാക്കുകൾ കേട്ടാലുണ്ടല്ലോ ഐഷുമ്മക്ക് സമാധാനമായി. ആയിക്കോട്ടെ നഞ്ഞിപ്പോൾ റാഹിൽ നിന്നും വിടണ്ട. എന്തായാലും എന്താണെന്നോ, ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഓളെ പണിക്കാരത്തേറ്റ് ഇവള് ചെല്ലാന്ന് പറയുമ്പോഴേ അത് പോൽക്കൊരു ഇടങ്ങാറുള്ള കാര്യം തന്നെ ഇക്കാരം. തൽക്കാലം അതിന് നിൽക്കണ്ടെന്നാൽ. കാരണം കുറേ കഷ്ടപ്പെട്ടല്ല സമീറ. ആ സമയത്ത് ഓളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ല, എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഐഷുമ്മ അത് പറഞ്ഞു. അങ്ങനെ അതാ അന്ന് സമീറയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഉസ്താദ് വരും. റുക്കിയാത്ത അന്ന് വരും. സമീറയെയും കുട്ടികളെയും നല്ല രീതിയിലൊന്ന് കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ വാങ്ങി കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ അണിഞ്ഞ് സമീറയെ പറഞ്ഞേക്കണം എന്നതായിരുന്നു ഐഷുമ്മയുടെ ചിന്തകൾ. എന്നാൽ ഈ ദിവസം അവൾ പ്രസവിച്ച് നീച്ച് പോകുന്ന ദിവസം എല്ലാവരെയും വിളിക്കണം എന്നും ഐഷുമ്മയുടെ നിർബന്ധമായിരുന്നു. അതായത് അടുത്ത കൂട്ടുകുടുംബങ്ങളെയൊക്കെ ഒന്ന് വിളിക്കണം എന്നുള്ളത്. എന്നാൽ ഐഷുമ്മ പറഞ്ഞു, മോളെ മിസ്സിരിയെ. എന്തോ ഉമ്മ? പിന്നെ ഇക്കാക്കാനോടൊന്ന് വിളിച്ച് പറയണല്ലോ, അതായത് ഉച്ചയാകുമ്പോഴത്തേനൊന്ന് എത്താൻ പറയാനേ. ഉമ്മ അതിനെന്താ മോളെ, ഒന്ന് വിളിച്ച് പറയാം. കാരണം എന്താണെന്നോ, ഇന്നിപ്പോൾ സമീറി മക്കളും പോവണേ. ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മധുരമല്ല ഒരു നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടായിക്കാണ്ട് ദുആ ചെയ്ത് കാണാണ്ട് കൊണ്ടുപോകാൻ ചെയ്തിട്ടാണ്. എന്നാൽ പിന്നെ ഉസ്താദ്മാരൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ വിവരം ഉണ്ടാവുമല്ലോ. ഉമ്മ അത് ഇക്കാക്ക് എന്തിനോ വേണ്ടി വരുന്നുണ്ട് നാട്ടിലേക്കെന്ന് പറഞ്ഞിരുന്നോ? സമാധാനമായി, റാഹത്തായി റബ്ബേ. എന്നാൽ ഐഷുമ്മ ഷമ്മാസിനോട് പറഞ്ഞ് ചില കാര്യങ്ങളെല്ലാം ആദ്യമേ കൊണ്ടുവരിപ്പിച്ചിരുന്നു. അത് മറ്റാരും അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ സമീറയ്ക്ക് ഐഷുമ്മയെ കണ്ടപ്പോൾ അന്ന് വല്ലാത്ത സങ്കടം തോന്നി. ഉമ്മ മോളെ, നീ കരയൊന്നും വേണ്ട. ഉമ്മ എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയണില്ലമ്മ. ഞാൻ ഇത്രയും ദിവസം എന്നെ നിങ്ങൾ നോക്കിയില്ലേ, എന്നെ മക്കളെയൊക്കെ നല്ല രീതിയിൽ നോക്കിയില്ലേ ഉമ്മ. അതിന് എത്രമാത്രം നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. കാരണം പടച്ച റബ്ബ് എല്ലാം കാണുന്നുണ്ട്.
എല്ലാം കേൾക്കുന്നുണ്ട് ഉമ്മ. നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകും ഉമ്മ. സമീറ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. മോളെ, ഉമ്മാൻ്റെ കുട്ടി കരയണ്ട. കാരണം എൻ്റെ മനസ്സിലെ നെയ്യത്ത് അതായിരുന്നു. എന്നെ നല്ല മട്ടത്തിൽ നോക്കണം. എനിക്ക് ഉമ്മയും ബാപ്പയും കൂട്ടക്കാരില്ലാത്തതല്ലേ. എന്നെ നല്ല മട്ടത്തിൽ നീ നോക്കിക്കാണ്ട് പുതിയാപ്പിളിൻ്റെ പറഞ്ഞേക്കണമെന്ന്. ഇപ്പം അൽഹംദുലില്ലാ റാഹത്തായിടി. എനിക്ക് ഇങ്ങനെ സോലിഹായ ഒരു ഭർത്താവിനെ കിട്ടിയതും വലിയൊരു കാര്യം തന്നെയല്ലേ ഉമ്മ. ശരിയാണ് ഉമ്മ. അൽഹംദുലില്ലാ, പടച്ച റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല ഉമ്മ. ഉമ്മ എനിക്ക് കണ്ടുപിടിച്ചു തന്ന ഉസ്താദ്, ഈ ഭർത്താവ്, ഉമ്മ, ഈ ദുനിയാവിൽ ഇതിനേക്കാൾ വലിയൊരു സുഖവും സന്തോഷവും എനിക്കില്ല ഉമ്മ. അതെ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം എന്ന് വെച്ചാൽ ഉമ്മ ശരിക്കും സ്വർഗത്തിൽ കഴിയുന്ന പോലെ തന്നെയാണ്. അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതിരിക്കാൻ ഉമ്മ പ്രത്യേകം ദുആ ചെയ്യണം ഉമ്മ. കാരണം എനിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം തന്നെയാണ് അത്. മോളെ, അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞില്ലേ ഉസ്താദ്മാരെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നന്നാവും. അത് എല്ലാവരും ഞാൻ പറയണില്ല, പഠിച്ചവനെ പേടിയുള്ളവരെ ഓല് കൂടെ ജീവിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ മാഷാ അള്ളാ നല്ല രീതിയിൽ നല്ലൊരു ജീവിതം ഉണ്ടാകും. കാരണം അവർക്കറിയാം അള്ളാഹുവിൻ്റെ റസൂൽ എങ്ങനെയാണ് ഭാര്യമാരോട് പെരുമാറിയിരുന്നത്, അവർക്ക് എന്തൊക്കെ സഹായം ചെയ്ത് കൊടുത്തിരുന്നു എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് മോളെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. പഠിച്ചവനെ, എന്തായാലും എൻ്റെ കുട്ടിക്ക് റാഹത്തായല്ലോ, അൽഹംദുലില്ലാ ഉമ്മ, അൽഹംദുലില്ലാ. എനിക്ക് സത്യമായിട്ടും ഇങ്ങനെയൊരു ജീവിതം ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഉമ്മ. എന്നും കള്ളുകുടിയും തല്ലലും കുത്തും കൊണ്ട് ഞാൻ ആ കിടങ്ങാറായി പോയിരുന്നു. എൻ്റെ ജീവിതം പലവട്ടം ഞാൻ ഇല്ലാതാക്കിയാലോ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പടച്ച റബ്ബിനെ പേടിച്ചിട്ടാണ് നിന്നത്. നമുക്ക് അള്ളാഹു നൽകിയ ജീവിതം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ. പടച്ച റബ്ബ് കൊണ്ടുപോകുമ്പോൾ കൊണ്ടേക്കോട്ടെ, അല്ലാതെ ഒരിക്കൽ പോലും നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുണ്ട്. എന്നാൽ അൽഹംദുലില്ലാ ഇപ്പോഴത്തെ അവസ്ഥ വളരെയധികം സന്തോഷകരമാണ് ഉമ്മ. സത്യമായിട്ടും മരിക്കുള്ളത് നിലനിർത്തി തരാൻ ഉമ്മ ദുആ ചെയ്യണം മോളെ. ഇൻഷാ അല്ലാ, നമ്മൾ ഉസ്താദല്ലേ, അത് നമുക്ക് എന്തായാലും അത് എന്തായാലും വേണ്ടിയില്ല. അള്ളാഹു നിലനിർത്തി തരട്ടെ, ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നല്ല കുടുംബജീവിതം നയിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെ അതാ അല്പസമയം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ആളുകളെല്ലാം അവിടേക്ക് എത്തി തുടങ്ങി. അതെ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മുടെ സമീറ പോവുകയാണ് ഉസ്താദിൻ്റെ വീട്ടിലേക്ക്. എന്നാൽ മിസ്രി ഒരു നിമിഷം അത് നോക്കി നിന്നു. റബ്ബേ, നല്ല സോലിഹായ ഭർത്താവാണ് ഉസ്താദിനും ഭാര്യയായി കിട്ടിയതും അതുപോലെ തിരിച്ചും കിട്ടിയതും നല്ല സോലിഹായ ഭർത്താവിനെയും ഭാര്യയൊക്കെയാണ്. റഹ്മാനെ, ഇതുപോലൊരു ജീവിതം ആണ് ഞാനും ആഗ്രഹിച്ചത്. റബ്ബേ, ഇത്രക്കും നല്ലൊരു ജീവിതം, അതായത് പുറത്തുനിന്ന് അധികം ഇറങ്ങാതെ നല്ല രീതിയിൽ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ഉത്തമ ഭാര്യയായി ജീവിക്കണം എനിക്ക്. അതാണ് ആഗ്രഹം. അല്ലാ റബ്ബേ, എൻ്റെ കുഞ്ഞുമൊത്ത് അങ്ങനെ ഒരു ജീവിതം ഞാൻ സ്വപ്നവും കണ്ടതായിരുന്നു. പക്ഷെ പഠിച്ചോനെ, അവൾ പെട്ടെന്ന് ആ ഒരു ചിന്തയിലേക്ക് പോയി. അതെ, അതാ എങ്ങനെ പറയണം, ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു ബന്ധത്തിൽ നിന്ന് പതുക്കെ അങ്ങ് പിന്മാറുകയായിരിക്കും നല്ലത്. എന്നാൽ എൻ്റെ ബാക്കിയുള്ളവർ രക്ഷപ്പെടും എന്നായിരുന്നു അവൾ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അതാ എല്ലാവരും എത്തിത്തുടങ്ങി വീട്ടിലേക്ക്. ഐഷുമ്മ പറഞ്ഞു, മോളെ മിസ്രിയെ, ഇനി ഇൻഷാ അല്ലാ അടുത്ത കൂടലേ എൻ്റെത് ആയിരിക്കും കേട്ടോ, എൻ്റെ നിക്കാഹായിരിക്കും, ഏതായാലും 12 എണ്ണുണ്ട് കഴിഞ്ഞോട്ടെ. എന്നാൽ അത് കേട്ടപ്പോൾ അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടില്ല. എന്താ മിസ്രിയെ, മറ്റേ എനിക്ക് ചെറിയൊരു ചിരിയൊക്കെ ഉണ്ടാവുമല്ലോ, ഇതിപ്പോൾ എന്തിത്ര കനം പിടിച്ചിക്കണ്? ഉമ്മ ഒന്നുമില്ലമ്മ. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ പറയല്ലേ. പിന്നെ നല്ല രീതിയിൽ ഇൻഷാ അല്ലാ 12 കഴിഞ്ഞോട്ടെട്ടാ. നമുക്കിവിടെ നബിദിന പരിപാടിയൊക്കെ നല്ല മട്ടത്തിൽ റാഹത്തോട് കൂടി നടത്തേണ്ടതല്ലേ. അതാണ്ട് കഴിഞ്ഞാൽ നമുക്ക് നിക്കാഹും നടത്തിയിട്ടേ നമുക്കണ്ട് ഉഷാറാക്കാം. എന്നാൽ പെട്ടെന്ന് അതാ പുത്തൻ വീട് തറവേടിൻ്റെ ഗേറ്റ് കടന്ന് ആ കാർ കടന്നു വരുന്നു. ഒരു നിമിഷം അതാ അതെ, ആരൊക്കെ വരുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, അത് നമ്മുടെ ഫസീലയും ആങ്ങളയും ഉമ്മയും ഉപ്പയുമായിരുന്നു. കുഞ്ഞു പെട്ടെന്ന് അത് കേട്ടപ്പോൾ മിസിരിയുടെ ഹൃദയം ഒന്ന് പിടിച്ചു. അല്ലാ, അതെ, പെട്ടെന്ന് ചിലപ്പോൾ കുഞ്ഞു അകത്തേക്ക് അങ്ങോട്ട് കയറി വരും. ഒന്നും ഉണ്ടായിട്ടല്ല, ഉമ്മാൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരികയാണ്. ആ നിമിഷം എന്നെ കാണും.
റബ്ബേ, ഇനി ഒരിക്കലും കുഞ്ഞുവിനെ കാണാനുള്ള അവസരം ഒരുക്കുന്നത് ശരിയല്ല. പതുക്കെ പതുക്കെ എന്നെ മറന്നോട്ടെ. എന്നിട്ട് കുഞ്ഞുവിന് മറ്റൊരു വിവാഹം പെട്ടെന്ന് പടച്ച റബ്ബ് ശരിയാക്കി കൊടുക്കട്ടെ. എന്നെ വിവാഹം കഴിച്ചാലല്ലേ പ്രശ്നമുള്ളത്? ഞാനിവിടെയും മൂലക്കിലെങ്ങാനും ഒതുങ്ങി കൂടിക്കോളാം. മിസ്സിരിയുടെ മനസ്സിൽ അതൊക്കെയായിരുന്നു ചിന്തകൾ. കുഞ്ഞു പെട്ടെന്ന് മിസ്സിരിയുടെ മുമ്പിലേക്ക് വരും എന്നവൾ ഉറപ്പിച്ചു. പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഉമ്മാ എന്ന് പറഞ്ഞ് അതാ കുഞ്ഞു ഫസീലയുടെ പിന്നാലെയായിട്ട് അത് കയറി വരുന്നു. പെട്ടെന്ന് മിസ്സിരി ഐഷമ്മയുടെ പിന്നിൽ നിൽക്കുന്നത് അവൻ കണ്ടു. അറിയാതെ മിസ്സിരിയുടെ ആ മനോഹരമായ മിഴികളിലേക്ക് അവൻ്റെ മിഴികൾ ചെന്നു പതിച്ചു. ഒരു നിമിഷം ആ കണ്ണുകളിലൂടെ തീവ്രമായ ഒരു പ്രണയം പുറത്തേക്ക് വന്നു. എന്നാൽ മിസ്സിരിയുടെ നെഞ്ചൊന്ന് കാളി. റബ്ബേ അല്ലാ, ഞാനിത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചതായിരുന്നല്ലോ. പിന്നെന്താ റബ്ബേ ഞാൻ ഇവിടെ വീണ്ടും എത്തിയത്? അത് കുഞ്ഞു വരുമെന്ന് പറയുമ്പോഴേക്കും എങ്ങോട്ടെങ്കിലും മാറണമായിരുന്നു. പക്ഷേ ഇത് മാറിയതുമില്ല. അവൻ്റെ ആ ഒരു മിഴികൾ അവളുടെ മിഴികളിൽ കൊത്തി വലിച്ചിരുന്നു. ആ നോട്ടം അവളുടെ ഇടനെഞ്ചിലാണ് കൊണ്ടത്. അതെ, മിസ്സിരിക്ക് കുഞ്ഞുവിനെ ഒഴിവാക്കാൻ പറ്റുമോ? അവൻ്റെ മനോഹരമായ കണ്ണുകൾ കൊണ്ട് നോക്കിയ ആ നോട്ടം. അല്ലാ റബ്ബേ, പഠിച്ചവനെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. മിസ്സിരിക്ക് എന്തെന്നില്ലാത്ത അവസ്ഥ. റബ്ബേ, മാറിയാൽ മതിയായിരുന്നു. വീണ്ടും ആ കണ്ണുകൾ കൊണ്ട് അവൻ എന്നെ നോക്കി. എൻ്റെ ഇടനെഞ്ചിലാണത് കൊണ്ടത്. അതെ, മിസ്സിരി ആകെപ്പാടെ ടെൻഷനായിപ്പോയി. എവിടേക്ക് തിരിയുമ്പോഴും അവൻ്റെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. റബ്ബേ, എനിക്ക് അവനെ ഒഴിച്ചു നിർത്താൻ പറ്റുന്നില്ലല്ലോ അല്ലാ. പഠിച്ചവനെ ഞാൻ എന്താ ചെയ്യുക? എന്നാൽ പെട്ടെന്ന് ഉമ്മ വിളിച്ചു, മിസ്സിരിയേ മോളെ. ആ പിന്നെ ഉമ്മാൻ്റെ കുട്ടികൾക്ക് കുറച്ച് ചായൻ്റെ വെള്ളം കൊണ്ടുപോയി കൊടുത്താണ്. കുഞ്ഞും ഒക്കെ വന്നിക്കണ് അവിടെ. ശരിക്കും മിസ്സിരി ഞെട്ടി. പഠിച്ചോനെ, ഐഷുമ്മ പറയുന്നത് കേട്ടില്ലല്ലേ എന്നോട് ചായ വെള്ളം കൊണ്ടുപോയി കൊടുക്കാനൊക്കെ. ഉമ്മ ഞാൻ മോളെ അല്ലെങ്കിൽ എടുത്ത് തന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കുക. പിന്നെ ഓനൊന്ന് കണ്ടുവരിച്ചു കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്ന് കാണുന്നതിനിപ്പോൾ എന്താ? എന്തെങ്കിലും മുണ്ടനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കാതിന് മുമ്പ് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പറഞ്ഞാളി. അതല്ല നല്ലത്. എന്നിട്ട് നമുക്ക് കണ്ട് ഉറപ്പിച്ചാലേ വേഗം. ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് പിന്നീട് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മിസ്സിരി അതാ കുഞ്ഞുവിനെതിരായിട്ട് എന്തെങ്കിലും പറയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അവൾ ഒരിക്കൽ പോലും ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. അവൾ ആ ഒരവസ്ഥ ആലോചിച്ചിട്ട് മാത്രമാണ്. തൻ്റെ കാരണം കൊണ്ട് തൻ്റെ വീട്ടുകാർ, തൻ്റെ ജ്യേഷ്ഠന്, കുഞ്ഞാർക്കും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാവരുതേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മിസ്സിരി ചായ എടുക്കാൻ പോയി. അപ്പോഴേക്കും നുസൈബ ചായ എടുത്ത്, മോളെ മിസ്സിരി ഇന്ന ഇത് കൊണ്ടുപോയി കൊടുക്ക്, ആ ട്രേയിൽ വെച്ചിരുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടി. ഞാനോ? അതേ പെണ്ണെ, നീ തന്നെ. നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനല്ലേ? ഒന്നുകൂടി ഒന്ന് പോയിട്ട് കണ്ടൊക്കെ പോരി. അല്ല പിന്നെ അന്ന് മുഖത്തേക്കും നോക്കിയിട്ടില്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല അറിഞ്ഞ പോലെ. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളതും പറയാനുള്ളതൊക്കെ ഒന്ന് പറഞ്ഞോളി. ചെല്ലി. ചായയുടെ ട്രേ അവളുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് നുസൈബ പറഞ്ഞു. വിറച്ചുകൊണ്ട് അവളത് വാങ്ങി. റബ്ബേ, അത് എനിക്ക് കഴിയില്ല റബ്ബേ, ഞാൻ എങ്ങനെ ഇത് നിയന്ത്രിക്കും? മിസ്സിരി എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചായയുടെ ട്രേയും പിടിച്ച് അവിടെ തന്നെ നിന്നു. ഐഷമ്മ പറഞ്ഞു, എന്താ മോളെ, വേഗം കൊണ്ടേ കൊടുത്തോട് മോളെ, ചൂടാറുവേ. ഉമ്മ. അതെ മിസ്സിരി എന്തായിരിക്കും ഇനി കുഞ്ഞുവിനോട് പറയാ? കുഞ്ഞുവിനോട് അവളെല്ലാം തുറന്നു പറയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.